ഇവിടെ CPM ഈ വർഗീയ വിരുദ്ധത പറയുന്ന ആളുകൾ BJPയുമായി പരസ്യമായ ബാന്ധവത്തിലാണ്. BJPയുടെ മത്സരിക്കേണ്ടെന്നാണ് തീരുമാനിച്ചത്. എന്നിട്ട് അവസാനം സമ്മർദ്ദം വന്നപ്പോൾ അപ്രസക്തനായ, ഞാൻ സ്ഥാനാർത്ഥിയെ വ്യക്തിപരമായി പറയുന്നില്ല, അപ്രസക്തമായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് CPM BJPയുമായിട്ടുള്ള രഹസ്യമായ ബാന്ധവമാണെന്ന് എല്ലാവർക്കും വ്യക്തമായിട്ട്. BJPയുടെ പ്രസൻസ് പോലും ഇല്ല, ഒരു പ്രസൻസ് പോലും ഇല്ല തെരഞ്ഞെടുപ്പ്. ഇത് പൊളിറ്റിക്കൽ ഫൈറ്റാണ്. CPMഉം LDFും UDFും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന രാഷ്ട്രീയമായ പോരാട്ടമാണ്. ഞങ്ങൾ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. ഗവൺമെന്റിന്റെ കഴിഞ്ഞ 9 വർഷക്കാലത്തെ തെറ്റായ കാര്യങ്ങൾ ഉൾപ്പെടെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത്. പൊളിറ്റിക്കലായിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ മത്സരിക്കുന്നത്. ഒരു തരത്തിലുമില്ല. അവർ ഞങ്ങൾക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പിന്തുണ കൊടുത്താണുള്ള. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർ 20 സീറ്റിൽ കോൺഗ്രസിന് പിന്തുണ കൊടുത്താണ്. അതൊക്കെ വെറുതെ കള്ളക്കഥകളാണ്. അവരും ആവശ്യപ്പെട്ടിട്ടില്ല, ഞങ്ങൾ അവരുടെ ചർച്ചയും നടത്തിയില്ല ആ കാര്യത്തെ പറ്റി. അത് പച്ചക്കള്ളാണ്. നിരുപാധികമായ പിന്തുണയാണ്. ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് അവർ ഒരു കാര്യവും ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആവശ്യപ്പെട്ടിട്ടില്ല, അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ആവശ്യപ്പെട്ടിട്ടില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവരുടെ പിന്തുണ ഉണ്ടായി ഞങ്ങൾക്ക്. അല്ല, അവര് ദേശീയ തലത്തിൽ ഒരു നിലപാടെടുത്തു. കാരണം കോൺഗ്രസ് ദുർബലമാകരുത്, വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം നടത്തുന്നത് കോൺഗ്രസാണ്. അതുകൊണ്ട് കോൺഗ്രസ് ദുർബലമാകരുത്, കോൺഗ്രസ് ശക്തിപ്പെടുത്തണം. സംസ്ഥാന സർക്കാരിനെതിരായിട്ടും അവർക്ക് പറയാൻ അവരുടേതായ കാര്യങ്ങളുണ്ട്. അവർ ഞങ്ങളെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പിന്തുണച്ചു. CPM കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലമായി അവരുടെ പിന്തുണ നേടി മത്സരിക്കുന്ന ആളുകൾ അവർ ഞങ്ങളെ പിന്തുണച്ചപ്പോൾ അവരെങ്ങനെ വർഗീയതയാണ്? അല്ലെ എന്റെ ചോദ്യം. അല്ലല്ലോ, ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ അവർ വർഗീയ ശക്തികളാണെന്ന്. അവർ CPMനെ പിന്തുണയ്ക്കുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവർ വർഗീയ ശക്തികളാണെന്ന്. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവർ പിന്തുണയ്ക്കുന്നു. ഒരാള് അല്ലല്ല, അത് CPMന് പിന്തുണ കൊടുത്തപ്പോൾ അതുണ്ടായിരുന്നില്ല. അവര് ആ വാദമൊന്നും അവർ ഇല്ല, അങ്ങനത്തെ ഒരു മതരാഷ്ട്രവാദം അവരിപ്പോ ഉന്നയിക്കുന്നില്ല. അവർ ഒരുപാട് മാറ്റങ്ങൾ അവരുടെ സമീപനത്തിൽ വരുത്തിയിട്ടുണ്ട്. പൊളിറ്റിക്കലായിട്ടാണ് പിന്തുണ കൊടുത്തിരിക്കുന്നത്. കോൺഗ്രസിനാണ്, UDFനാണ് അവർ പിന്തുണ കൊടുത്തിരിക്കുന്നത് കേരളത്തിൽ. അത് അവര് തന്നെ അങ്ങനെ അല്ലാന്ന് അവര് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. പിന്നെന്താ പ്രശ്നം? അല്ലെന്നേ, അതൊക്കെ നേരത്തെ പഴയ കാര്യങ്ങളല്ലേ, ഇപ്പൊ ഇല്ലല്ലോ. അല്ല, അതിപ്പോ UDFന് പിന്തുണ കൊടുത്തപ്പോ നിങ്ങൾക്കുള്ള പ്രശ്നമല്ല. LDFന് പിന്തുണ കൊടുത്തപ്പോ നിങ്ങൾ ആരും ഈ പിണറായി വിജയനോടൊരു ചോദ്യം ചോദിച്ചിട്ടില്ലല്ലോ. എന്താ അദ്ദേഹം പറഞ്ഞത്? അവര് വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമി എന്ന് പിണറായി വിജയൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പമില്ല. അല്ലല്ല, അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അങ്ങനെയല്ലല്ലോ, അവര് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് പിന്തുണ തന്നില്ല. അപ്പൊ നിങ്ങളാരും പറഞ്ഞില്ലല്ലോ, നിങ്ങളാരും ഒന്നും പറഞ്ഞില്ലല്ലോ. അപ്പൊ ഞങ്ങൾക്ക് അവര് നിരുപാധികമായ പിന്തുണ നൽകിയിട്ടുണ്ട്. ആ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കും. ഞങ്ങൾക്ക് പിന്തുണ പുറത്തുനിന്നാണ് നൽകുന്നത്, ഞങ്ങളുടെ മുന്നണിയിൽ നിന്നുകൊണ്ടല്ലല്ലോ നൽകുന്നത്. ഞങ്ങളുടെ മുന്നണിയിൽ നിന്നുകൊണ്ടല്ലല്ലോ അവര് ഞങ്ങൾക്ക് പിന്തുണ നൽകുന്നത്. മുന്നണിക്ക് പുറത്തു നിന്നുകൊണ്ട് ഒരുപാട് കക്ഷികൾ. ഞാൻ ഇന്നൊരു കാര്യം പറയാം. ഇന്ന് ഞാനൊരു പത്രവാർത്ത വായിച്ചു. എന്താണ്? രാഷ്ട്രീയ വിശാല ഹിന്ദു മുന്നണി LDFന് പിന്തുണ കൊടുത്തത്. നിങ്ങൾ ആ പിണറായി വിജയൻ വരുമ്പോൾ ഒന്ന് ചോദിക്കുക, അതെന്താണ് വിശാല ഹിന്ദു മുന്നണി LDFന് പിന്തുണ കൊടുത്തത്? ഇന്നത്തെ പത്രത്തിൽ ഹിന്ദു മഹാസഭ ആർക്കാ പിന്തുണ കൊടുത്തേക്കണേ? അത് നിങ്ങളാരും ചോദിക്കണല്ലോ. നിങ്ങൾ പിണറായി വിജയനോട് ഈ ചോദ്യം ചോദിക്കാറില്ലല്ലോ. ഞങ്ങൾ മതേതര നിലപാടിൽ നിങ്ങള് കൈരളിയുടെ ലേഖൻ ഈ കൃത്യമായ രാഷ്ട്രീയ നിലപാടുള്ള പ്രസ്ഥാനമാണ് വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞത് നിങ്ങളുടെ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത്. വ്യക്തമായ, അല്ല കേൾക്ക്, ഞാൻ പറഞ്ഞ കേൾക്ക്, വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള ആളാണ്. ഇപ്പം നിങ്ങൾക്ക് പിന്തുണ തരാതായപ്പോ അവര് വർഗീയവാദി, അതുവരെ മതേതരവാദി. ഞാൻ പറഞ്ഞല്ലോ 6 തെരഞ്ഞെടുപ്പിൽ
ഞാൻ മത്സരിച്ചപ്പോ LDF-നായിരുന്നു അവരുടെ പിന്തുണ. LDF-ന് ഞാൻ ഒരു കുഴപ്പവും പറഞ്ഞിട്ടില്ല. കാരണം LDF-ന് പുറത്തു നിൽക്കുന്ന ഒരു പ്രസ്ഥാനം LDF-ന് പിന്തുണ കൊടുക്കുന്നു. അവർക്ക് LDF-നോടായിരുന്നു ആഭിമുഖ്യം. എത്രയോ സംഘടനകൾ ഇവിടെ വന്ന് പത്രസമ്മേളനം നടത്തി ഞങ്ങൾക്ക് പിന്തുണ തന്നിട്ടുണ്ട്. എത്രയോ മത സംഘടനകൾ, എത്രയോ കക്ഷികൾ, ചെറിയ ചെറിയ പാർട്ടികൾ, എത്ര പേര്, അതൊക്കെ തെരഞ്ഞെടുപ്പിൽ സാധാരണ. നോ മോർ ക്വസ്റ്റ്യൻ. അത് പറഞ്ഞു കഴിഞ്ഞു, എല്ലാത്തിനും കൃത്യമായ മറുപടി പറഞ്ഞു കഴിഞ്ഞു.